നമസ്കാരം. തിരുവോണം എത്തിക്കഴിഞ്ഞു. എല്ലാവരും അതിൻ്റെ തിരക്കിലുമായിരിക്കും. തിരുവോണ ദിവസം നമ്മൾ ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കുകയും ഭാഗ്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഇനി പറയാൻ പോകുന്ന വഴിപാടുകൾ നാം തിരുവോണ ദിവസം നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ്. തിരുവോണ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വിളക്ക് കത്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും അന്നേ ദിവസം തിരുവോണത്തിന്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കേണ്ടതാണ്. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല. അന്നത്തെ ദിവസം നിർബന്ധമായും ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. വിഷ്ണു ക്ഷേത്രത്തിലാണ് അന്നേ ദിവസം ദർശനം നടത്തേണ്ടത്. എന്നാൽ വീടിൻ്റെ അടുത്ത് വിഷ്ണു ക്ഷേത്രമില്ലാത്തവരോ വിഷ്ണു ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ പറ്റാത്തവർക്കോ വീടിൻ്റെ അടുത്തുള്ളയോ അല്ലെങ്കിൽ സ്ഥിരം പോകാറുള്ളതോ ആയ അമ്പലങ്ങളിൽ പോയാൽ മതി. അമ്പലത്തിൽ പോയാൽ നമ്മൾ പല നേർച്ചകളും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അർച്ചനകൾ ചെയ്യും, ഭാഗ്യസൂക്തം ചെയ്യും, അങ്ങനെ പല വഴിപാടുകൾ ചെയ്യും. ചന്ദനത്തിരി, എണ്ണ, പൂക്കൾ, ഹാരം അങ്ങനെ പലതും നമ്മൾ നടക്കി വയ്ക്കാറുമുണ്ട്. എന്നാൽ തിരുവോണ നാളിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിനൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. അത് വേറെ ഒന്നുമല്ല. നമ്മൾ എല്ലാവരും ഓണത്തിന് ഓണക്കോടി എടുക്കുന്നില്ലേ? പ്രായമുള്ളവർക്ക് ഓണക്കോടി എടുത്ത് കൊടുക്കുന്നില്ലേ? കൊച്ചു കുട്ടികൾക്ക് ഓണക്കോടി എടുത്ത് കൊടുക്കുന്നില്ലേ? അതുപോലെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടദേവന് അല്ലെങ്കിൽ ഇഷ്ടദേവതയ്ക്ക് ഓണക്കോടി എടുത്തു കൊടുത്തുകൂടാ? ഇനി ഓണക്കോടി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് പോലെ വില കൂടിയ ഓണക്കോടികളല്ല. ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ കിട്ടുന്ന ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു ഒരു മഞ്ഞക്കോടി അത് മതി. ഇനി ദേവി ആയിക്കോട്ടെ, ഒരു ചെറിയ പട്ട്, അതിൻ്റെ കൂടെ ഓരോ ഹാരം, അതായത് കൃഷ്ണനാണെങ്കിൽ തുളസിപ്പൂഹാരം, ദേവിയാണെങ്കിൽ തെറ്റിപ്പൂ മാല, ഇനി ഗണപതി ആയിക്കോട്ടെ കതകപ്പുല്ലിന്റെ മാല. ഇത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവന് മുന്നിൽ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നടയ്ക്ക് മുന്നിൽ വച്ചിട്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചു നോക്കൂ. ഐശ്വര്യം താനേ വരും. ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് വേറെ ഒന്നുമല്ല, അന്നദാനം. അന്നദാനം എന്ന് കേൾക്കുമ്പോൾ അമ്പലങ്ങളിൽ നടക്കുന്ന വലിയ അന്നദാനമായി ചിന്തിക്കേണ്ട. തിരുവോണത്തിന് ഒന്നോ രണ്ടോ മൂന്നോ പായസം ഉൾക്കൊള്ളുന്ന സദ്യ ഉണ്ടാക്കി നാം കഴിക്കുമല്ലോ. കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും അന്നം ദാനമായി നൽകാൻ ശ്രമിക്കുക. അത് ഉച്ചയ്ക്കുള്ള സദ്യ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ പാവപ്പെട്ട ഒരാൾക്ക് ഒരു നേരത്തെ കാപ്പി കൊടുത്താലും മതിയാകും. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി ചെയ്തു നോക്കൂ. ഐശ്വര്യം താനേ വന്നു ചേരും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കും ജ്യോതിഷ വാസ്തുപരമായുള്ള ടിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.